ഡോക്ടർമാർ ബി നോക്കും, പൾസ് നോക്കും, ഹൈറ്റ് നോക്കും, വെയിറ്റ് നോക്കും. പക്ഷെ അവർ നോക്കാൻ മറക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മെഷർമെന്റ് അളവെടുക്കലുണ്ട്. അത് നമ്മുടെ കയ്യിൻ്റെതാണ്. കയ്യിൻ്റെ അളവ് ശരിക്കും നമ്മുടെ ആയുർദൈർഘ്യം പ്രവചിക്കൂട്ടോ. അതുപോലെ തന്നെ കയ്യിൻ്റെ അളവ് കൂടിയാൽ നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ മെച്ചങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. ആം സർക്കംഫറൻസ് എന്ന് വെച്ചാൽ നമ്മുടെ മുട്ടിന്റെയും ഷോൾഡറിന്റെയും ഇടയിലുള്ള ഭാഗത്തിന്റെ ചുറ്റളവാണ്. ഇവിടെയാണ് കയ്യിലെ മസിൽസ് ഉണ്ടാവുക. ഈ മസിൽസ് കൈ ഇളക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അതൊരു ദഹനത്തിന്റെ പവർ ഹൗസ് ആണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഷുഗറിന്റെ സ്പൈക്കൊക്കെ കുറക്കണമെങ്കിൽ ഈ മസിലുകൾ വിചാരിക്കണം. കയ്യിലെ ഈ മസിൽസിന്റെ അളവ് എന്ന് പറയുന്നത് ഒരു ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇടുന്ന പോലെയാണ്. നമുക്ക് ഒരുപാട് പൈസ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും വരുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് എടുക്കാം. അതുപോലെ നമ്മുടെ ശരീരത്തിന് അസുഖങ്ങൾ വരുന്ന സമയത്തൊക്കെ കയ്യിന്റെ മസിലിന്റെ പ്രോട്ടീൻ ശരീരത്തിന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഈ മസിലിന്റെ അളവ് കുറയുകയാണെങ്കിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയാണ്, ഷുഗർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുകയാണ്. പഠനങ്ങൾ കാണിക്കുന്നത് 1 സെന്റിമീറ്റർ വെച്ച് നമ്മുടെ കയ്യിന്റെ വണ്ണം കുറയുകയാണെങ്കിൽ ആയുർദൈർഘ്യത്തിന് 10% വരെ കുറവ് സംഭവിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരഭാരം നോർമൽ ആയതുകൊണ്ടോ BMI നോർമൽ ആയതുകൊണ്ടോ ചിലപ്പോൾ നമുക്കൊരു മെച്ചം കിട്ടണമെന്നില്ല കയ്യിന്റെ ചുറ്റളവ് കുറവാണെങ്കിൽ. ഇനി കയ്യിന്റെ അളവ് എങ്ങനെ എടുക്കാന്നറിയോ? ഷോൾഡറിന്റെയും മുട്ടിന്റെ ഇടയിലുള്ള ഭാഗത്ത് കൈ തൂക്കിയിട്ടുകൊണ്ട് കൈ ബലം പിടിക്കാതെ അളവെടുക്കുക. ആണുങ്ങളിൽ ഈ അളവ് 26 സെന്റിമീറ്ററിൽ കുറവാണെങ്കിൽ സൂക്ഷിക്കണം. ഇത് 26ന്റെയും 32ന്റെയും ഇടയിലാണെങ്കിൽ നോർമലാണ്. 32 സെന്റിമീറ്ററിന് മുകളിലാണെങ്കിൽ വളരെ നല്ലതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 22 സെന്റിമീറ്ററിൽ കുറവാണെങ്കിൽ സൂക്ഷിക്കേണ്ടതാണ്. 22ന്റെയും 28ന്റെയും ഇടയിലാണെങ്കിൽ ഓക്കെയാണ്. 28 സെന്റിമീറ്ററിന് മുകളിലാണെങ്കിൽ വളരെ നല്ലതാണ്. ഇനി ഈ വണ്ണം കുറവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അത് കൂട്ടാനായിട്ട് മസിൽ എക്സർസൈസുകൾ ചെയ്തേ മതിയാവുള്ളൂ. പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് പ്രോട്ടീൻ പൗഡർ ഉപയോഗിച്ചാൽ മാത്രമേ ഇത് കൂടുള്ളൂ. നമ്മൾ എത്ര കാലം ആരോഗ്യത്തോടെ ജീവിക്കുന്നുള്ളതിന്റെ നല്ലൊരു സൂചന തരുന്നതാണ് കൈയിന്റെ ചുറ്റളവ് എന്ന് മനസ്സിലാക്കുക.